എന്നാലും ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്ത് ഇതെന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? ഇന്ന് ഞങ്ങള് വലിയ വിജയം നേടാൻ പോവാണ് നിഹാരിക. അതെന്ത് കാര്യത്തിലാ? ഒന്ന് കാത്തു നിൽക്കേ, മനസ്സിലാകും. പ്ലാൻ ചെയ്യാൻ നിനക്ക് മാത്രമല്ല, എന്റെ അച്ഛനും അറിയാം. ഗംഭീരമായിട്ടൊരു ഐഡിയ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അനിയനില്ലേ ആവനിയുടെ നേർക്ക് അസ്ത്രം പോലെ വിട്ടിട്ടുണ്ട്. ഇന്ന് ആവനിയുടെ കള്ളി വെളിച്ചത്താവും. എല്ലാവരും ഇന്ന് ഭയങ്കര കോൺഫിഡൻസിലാണല്ലോ. നിങ്ങൾ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയും. ഒരുപാട് കാലമായി നമ്മളെ വേട്ടയാടുന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതാണ് ആവനിയുടെ കല്യാണ വിഷയം. ആവനിയുടെ കല്യാണം കഴിഞ്ഞതാണോ, അവളുടെ കഴുത്തില് താലി ഉണ്ടോ ഇല്ലയോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളില്ലേ നമ്മുടെ മനസ്സിലൊക്കെ. അതെല്ലാം അറിയാൻ വേണ്ടി ശ്രീകറിനെ കീ കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്താ? അതെ നിഹാരിക, നിങ്ങൾ എന്താ ഐഡിയ കൊടുത്തേ? കുഞ്ഞളിയനോട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ആവണി എനിക്ക് കഴിഞ്ഞതല്ല ഓർമ്മ വന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഞാൻ നിന്നെ താലി കിട്ടിയതല്ലേ എന്ന് ചോദിക്കേ. അപ്പ അവന് സത്യം പറയും. എന്റെ ഭഗവാനെ, ആവനി എങ്ങാനും എന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളാ ചേട്ടാന്നെങ്ങാനും പറഞ്ഞ കഥ വീണ്ടും ഒന്നീന്ന് തുടങ്ങുമല്ലോ. എന്താ സൈലന്റ് ആയി പോയത്? നമ്മുടെ പ്ലാൻ അടിപൊളിയല്ലേ? നല്ല അടിയെ തരണ്ടേ. ആദ്യം പോയി ശ്രീകരനെ തടയണം. നീ എന്താ ആലോചിക്കുന്ന നിഹാരികെ? ഇനി ഒരിക്കലും എന്നോട് പറയാതെ ഓരോന്ന് പ്ലാൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ചെയ്യുന്നത് നിഹാരികയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ? അതിനെന്തിനാ അവിടുത്തെ ടെൻഷൻ ആവുന്നേ? എന്ത് ചെയ്യാൻ പോവാണെന്ന് നോക്കാം വാ. അളിയൻ പറഞ്ഞതുപോലെ എന്റെ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് ആവനിയുടെ മുന്നിൽ ചെന്ന് പെർഫോം ചെയ്യണം. ആ ആവനി, അതാ എനിക്ക് മനസ്സിലാവാത്തെ. നിങ്ങൾ എന്നോട് സോറി പറയുന്നത് എന്തിനാ ഏട്ടാ? എന്തിനാ ഇപ്പൊ സോറി പറയുന്നേ? ഞാൻ നിന്നെ അകറ്റി നിർത്തിയതിന്. ഏട്ടൻ എന്നെ അകറ്റി നിർത്തിയെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ട് നിന്നെ അകറ്റി നിർത്തേണ്ടി വന്നു. ബട്ട് ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നുണ്ട്. അളിയൻ കച്ചേരി തുടങ്ങിയെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും കൃത്യസമയത്ത് തന്നെ സീനിൽ എൻട്രി ആയിട്ടുണ്ട്. മിണ്ടായിരിക്കേ. ഞാൻ നേരത്തെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർക്കാൻ പറ്റുന്നുണ്ട്. സത്യമാണോ ഏട്ടാ? അതെ അവനി. ശ്രീകർ അഭിനയിക്കുകയാണെന്നുള്ള സത്യം അറിയാത്ത അവനി സത്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് പറയൂല്ലോ. എന്റെ കഥ കഴിഞ്ഞു, എല്ലാം തീർന്നു. ഞാൻ നിന്നെ പ്രേമിച്ച കാര്യം എനിക്ക് ഓർമ്മ വന്നു. നിന്നെ കല്യാണം കഴിച്ച കാര്യവും ഓർമ്മ വന്നു. നീ എന്നെ
നന്നായി കെയർ ചെയ്തുകൊണ്ട് മാത്രമാ എനിക്കിപ്പോൾ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയത്. ശ്രീകറിന്റെ സംസാരം കേട്ട് അമ്മയൊക്കെ ഷോക്കായിട്ട് നിൽക്കുക. ആവനിയുടെ റിയാക്ഷൻ അനുസരിച്ച് ബാക്കിയുള്ള സീനൊക്കെ അടിപൊളിയായിരിക്കും. അവനെന്താ താലി കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെനിക്ക് മനസ്സിലാവുന്നില്ല വേദ. ഇപ്പൊ എനിക്ക് കയറി ഇടപെടാനും കഴിയില്ല. ഈ വേദവതി അമ്മയെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ റിയാക്ട് ചെയ്യൂ എന്തോ. നമ്മുടെ സ്നേഹം സത്യം, ആ കല്യാണം സത്യം, ഞാൻ കെട്ടിയ ആ താലിയും സത്യം. ഇത്രയും കാലം എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു അല്ലേ? ഇനി സത്യങ്ങളൊന്നും മറച്ചു വെക്കണ്ട. ഇപ്പൊ തന്നെ അച്ഛനോടും അമ്മയോടൊക്കെ പറയാം. ഇനി ഒട്ടും വൈകാതെ എല്ലാ സത്യങ്ങളും പറയാം. താൻ എന്താ പറയുന്നേ? അവള് പറയൂ. എന്റെ ഭഗവാനെ, അവൾക്കിത് പറയാൻ തോന്നല്ലേ? ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന എന്താ അവനി? ഞാൻ എന്താ ഏട്ടാ പറയേണ്ടത്? നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഏട്ടാ, മുമ്പ് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടുകയോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യ. നിങ്ങളോട് എനിക്ക് തിരിച്ച് ബഹുമാനവും സ്നേഹവും ഉണ്ടെന്നുള്ളതും സത്യോ. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും സത്യം തന്നെയാ. നമ്മുടെ കല്യാണം നടന്നിട്ടില്ലേട്ടാ. അവനി, നീ പറയുന്നൊക്കെ സത്യമാണോ? നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞത് സത്യമാണോ? എന്നാ ഞാൻ നിന്റെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പൊ ഒരു തീരുമാനമാകും. നിന്റെ കഴുത്തിൽ താലിയില്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. താലി ഉണ്ടെങ്കിൽ കഴിഞ്ഞു എന്നും. രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നതിനിടയിൽ പുതിയ ടെൻഷൻ തുടങ്ങിയല്ലോ ഭഗവാനെ. നിന്റെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയെന്ന് നോക്കട്ടെ. എന്റെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ എല്ലാവരും കൂടി എത്ര വട്ടം ചെക്ക് ചെയ്യൂ ഏട്ടാ? താലി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ? ഇല്ലില്ല, എനിക്കൊന്ന് ചെക്ക് ചെയ്തേ പറ്റൂ. വേണ്ട ചേട്ടാ, പറയുന്നത് കേക്ക്. എന്റെ കഴുത്തിലെ താലിയില്ല, പറയുന്ന കേക്ക്. ഏട്ടാ, ഏട്ടാ. ശ്രീകർ, പുറത്തേക്ക് വാ. അമ്മേ, അത് പുറത്തേക്ക് വരാൻ. എന്താണ് നീ കാണിക്കുന്നത്? ഏട്ടൻ എന്തെന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. പെട്ടെന്ന് വന്ന് നിഹാരിക്ക് താലി കെട്ടാൻ പോകുന്ന ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും താലിയില്ലെന്നും പറഞ്ഞല്ലോ. പിന്നെ എന്തിനു നീ ചെക്ക് ചെയ്യുന്നേ? അവളോട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ?
നിനക്ക് ശരിക്കും നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയോ ശ്രീകർ? ഇല്ലമ്മേ. പിന്നെ ഇതൊക്കെ നീ ആര് പറഞ്ഞിട്ട് ചെയ്തതാ? അളിയനാ പറഞ്ഞേ. ഇങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടിയതുപോലെ അഭിനയിച്ച അവനിയുടെ കള്ളി വെളിച്ചത്താവെന്ന് പറഞ്ഞ് ഈ അളിയൻ തന്നെ എന്നെ പറഞ്ഞു വിട്ടത്. അത് പിന്നെ അവനിക്ക് ബുദ്ധിമുട്ടാവില്ലേ അളിയ എന്ന് ഞാൻ ചോദിച്ചതാ അമ്മേ. എന്നിട്ടും ഈ അളിയനത് കേട്ടില്ല. ഈ ചേച്ചിമാരും കാവ്യയും അളിയൻ പറഞ്ഞതിന് ഓക്കെയും പറഞ്ഞു. രാജു, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടോടാ? ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ആലോചിച്ചത്. മിണ്ടരുത്. പൊട്ടത്തരം കാട്ടിയത് പോരാഞ്ഞ് ബ്രില്യന്റ് എന്നൊരു പേരിട്ടിരിക്കുന്നു. എന്ത് മണ്ടത്തരം നിങ്ങൾ ആലോചിച്ചത്? പാവം അവനിക്ക് എന്തുമാത്രം വിഷമായി കാണും. കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ പിന്നെയും പിന്നെയും താലിയുടെ കാര്യം പറഞ്ഞ് ചെക്ക് ചെയ്താ എന്തൊരു വിഷമം കാണും. ഓർമ്മ നഷ്ടപ്പെട്ട എന്റെ മകന് വെച്ച് എന്തിനെങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ? അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ച ഇനി ഒരാൾ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ ചെയ്യരുത്. ഇനി ഇതുപോലെ ആരെങ്കിലും പറയുന്നത് കേട്ട് നീ ഇറങ്ങിത്തിരിക്കരുത്. അവളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല, കേട്ടല്ലോ? ശരി അമ്മേ. നീ പറഞ്ഞത് കേട്ട് ചങ്ക് പൊട്ടിപ്പോയി ഞങ്ങളുടെ. സോറി അമ്മേ. സോറി അവനി. കുഴപ്പമില്ലേട്ടാ. എല്ലാവരും പോവാൻ നോക്ക്. അവനി, ഒന്നും തോന്നരുത് മോളെ. ഓ എന്റെ ദൈവമേ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ കരുതിയതാ. മുത്തശ്ശനും അമ്മമ്മയും ചേർന്ന് അച്ഛന് നല്ലൊരു സമ്മാനം തന്നേനെ. അതങ്ങ് മിസ്സായിപ്പോയി. നിങ്ങളൊരു കാര്യം ഒബ്സർവ് ചെയ്തായിരുന്നോ? എന്താ ചേട്ടാ? ആമിനിയുടെ കഴുത്തിലെ താലിയുടെ കാര്യം പറയുമ്പോ നിഹാരിക വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. സത്യത്തിൽ നിഹാരിക എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഐഡിയ പറയല്ലേ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പൊ ഉണ്ടായതുപോലെ ആവില്ല. ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യില്ല. നിഹാരിക എന്തോ ഒന്നും മറച്ചു വെക്കുന്നുണ്ട്. പൃഥ്വിരാജേട്ടൻ ശ്രീകറിനെ ചൂണ്ടയിൽ കൊരുത്തിട്ട് ആവിനിയെ പിടിക്കാൻ നോക്കി. ആവിനി ആ ചൂണ്ടയിൽ കുരുങ്ങേണ്ടതുമാണ്. ശ്രീകറിന് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം സഹിക്കാതെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആവിനി കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും? കഴുത്തില് താലിയില്ലെന്ന് ആവിനി ശ്രീകറിനോട് എന്തിനായിരിക്കും കള്ളം പറഞ്ഞത്? ഇത്രയും നല്ലൊരു അവസരം ആവിനി ഉപയോഗിക്കാത്തത് എന്താണെന്ന് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്റെ അടുത്ത് വന്ന് ശ്രീകരേട്ടൻ ഓർമ്മ തിരിച്ചു കിട്ടിയതുപോലെ അഭിനയിച്ചിട്ടും ഞാൻ എന്തുകൊണ്ട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങള് നിന്റെ തലയിൽ കിടന്ന് ഉരുളുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഏട്ടന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂന്ന് കരുതി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നീ 7 നരകങ്ങളും കണ്ടല്ലേ. ഞാൻ ചിലപ്പോ എല്ലാം തുറന്നു പറഞ്ഞേനെ. പക്ഷേ പറയാത്തത് എന്തുകൊണ്ടാണെന്നോ? നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഏട്ടാ, മുമ്പ് നിങ്ങൾ എന്റെ കഴുത്തിലെ താലി കെട്ടുകയോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. നിന്നെ ഒന്ന് ഫേസ് റീഡ് ചെയ്തപ്പോ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് പുറത്തു പറയാനുള്ള സമയവും സന്ദർഭവും അതല്ലാത്തതുകൊണ്ടാ പറയാതിരുന്നത്. അതും കൂടാതെ
ഞാൻ നിന്നോട് മുമ്പ് ഒരു ചാലഞ്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് എന്റെ താലിയാണെങ്കിലും സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പുറത്ത് കാണിക്കില്ലാന്ന്. നീയായിട്ട് തന്നെ നിന്റെ തെറ്റുകളെല്ലാം സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഏട്ടനായിട്ട് ഞങ്ങളുടെ കല്യാണക്കാരൻ തുറന്നു പറയണോന്ന്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുന്ന കൂട്ടത്തില. അല്ലാതെ ഞാനൊരിക്കലും വാക്ക് തെറ്റിക്കില്ല. നിന്നെപ്പോലെ സ്വാർത്ഥതയോടെ ആലോചിക്കില്ല. ചില സംഭവങ്ങളൊക്കെ എന്നെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ വളരെ ധൈര്യത്തോടെ തന്നെ നിഹാരിക ഉള്ളത്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എന്റെ ഏട്ടന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ധൈര്യത്തില്. അവസാനം ഒരു ഗതി ഇല്ലാതാവുന്നത് നിനക്കായിരിക്കും. നിന്നെ എന്റെ അനിയത്തിയായിട്ട് കണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നീ ചെയ്ത തെറ്റുകളെല്ലാം നിനക്ക് തിരുത്താനുള്ള അവസരവും നിന്റെ ജീവിതം നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള അവസരവും ഇപ്പോൾ നിന്റെ കയ്യിലാണുള്ളത്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. സ്നേഹത്തോടെ സംസാരിച്ച് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കൂന്നാണോ വിചാരിച്ചത്? നീ എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും എന്റെ മനസ്സ് മാറില്ല. ഞാൻ ശ്രീകരേട്ടനെ ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്നെപ്പോലെയുള്ളവർക്ക് മനുഷ്യര് പറഞ്ഞ മനസ്സിലാവില്ല. കാലം കൃത്യമായി മറുപടി നൽകുന്നത് വരെ ബോധവും വരില്ല. നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ അതൊന്നും നടക്കുമെന്ന് നീ കരുതണ്ട. വിവാഹിതയായ സീതയെ മോഹിച്ച രാവണാസുരനോട് അവന്റെ ഭാര്യയായ മണ്ഡോദരിയും കൂടെ പിറന്ന സഹോദരൻ വിഭീഷണനും ഇതുപോലെ കാര്യം പറഞ്ഞു കൊടുത്തപ്പോ അവരാ കാര്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. സീതാദേവി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് മാത്രം അവൻ ആഗ്രഹിച്ചു. അവസാനം അവന്റെ അവസ്ഥ എന്തായി മാറി? വിവാഹിതനായ ശ്രീകരേട്ടനെ ആഗ്രഹിക്കുന്ന നിനക്കാണെങ്കിൽ പോലും ഇനിയങ്ങോട്ട് അതേ അവസ്ഥ തന്നെ ആയിരിക്കും. പുരാണ കഥകൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാന്ന് കരുതിയല്ലേ? ഇതേ കലിയുഗ. ത്രേതായുഗമാണെങ്കിലും ദ്വാപരയുഗമാണെങ്കിലും കലിയുഗമാണെങ്കിലും ഏത് യുഗത്തിലാണെങ്കിലും നീതി ഒന്ന് തന്നെയാ. തിന്മ നിലം പൊത്താതിരിക്കില്ല. ഞങ്ങളുടെ കല്യാണക്കാര്യം എല്ലാവരും അറിയേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ അത് അറിഞ്ഞോളൂ. അതിനുള്ളിൽ നീ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും അതെല്ലാം ഫ്ലോപ്പായിരിക്കും. ശ്രീകരേട്ടൻ എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവ് എന്റെ സ്വന്തമാണ്. നീ ഓർത്തു വെച്ചോ. ഒരാഴ്ച കൂടി കഴിയുമ്പോ എന്റെയും ശ്രീകരേട്ടന്റെയും നിന്റെയും വികാസിന്റെയും കല്യാണം. അതൊന്ന് ഓർത്തു വെച്ചോ. നീ പറഞ്ഞ കഥകളൊക്കെ വെറും കഥകൾ മാത്രമാ. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയില് വിശ്വാസമുണ്ട് എനിക്ക്. തെറ്റായ പാതയിൽ പോകുന്നവരെ നല്ലത് പറഞ്ഞു ഉപദേശിക്കുന്നത് എന്റെ ധർമ്മം. അത് കേട്ടില്ലെങ്കിൽ നിന്റെ കർമ്മം. ആയിക്കോട്ടെന്നേ, ഉറപ്പായിട്ടും വരാം. എങ്കിൽ ശരി. എന്തിനാ അമ്മേ എല്ലാരോടും വരാൻ പറഞ്ഞേ? നേരത്തെ നമ്മുടെ കുലഗുരുവിനോട് ഞാൻ സംസാരിച്ചു. നാളത്തെ ആഘോഷങ്ങൾക്ക് ശേഷം കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ തുടങ്ങാൻ പറഞ്ഞു. അതുകൊണ്ട് നാളത്തെ പൂജകൾക്ക് ശേഷം നമുക്കതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. കേട്ടല്ലോ? ശരി അമ്മേ. താങ്ക് യു സോ മച്ച് അമ്മേ. നിഹാരിക, ഈ കാര്യം നിന്റെ അച്ഛനോടും അമ്മയോടും പറയണം. അവനി, നീ സുജാതയോടും പറയണം. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോ എല്ലാവരോടും വരാൻ പറയണം. ആയിക്കോട്ടെ അമ്മേ. അവനി, സുജാതയോട് പറയാൻ മറക്കരുത്. ശരി അമ്മേ. ഈ കാര്യം അമ്മ ഞങ്ങളോട് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ. ഇപ്പൊ സന്തോഷായി. ചുരുക്കത്തിൽ പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വീട്ടിൽ കല്യാണാഘോഷം നടക്കുമെന്ന് സാരം. ചെറിയ ആഘോഷമായിരിക്കോ? ഒരു ഉത്സവം തന്നെ ആയിരിക്കും. 2 കല്യാണം എന്ന് വെച്ചാ ഡബിൾ ധമാക്ക.
ഇനിയും ഒരാഴ്ച സമയമുണ്ടല്ലോ. കൊടി ഇറക്കത്തോടെ എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. ആ പറഞ്ഞത് സത്യോ? ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടോ? രാധാകൃഷ്ണ, ശകുനക്കേട് പറയരുത്. 2 കല്യാണങ്ങൾ നല്ല പോലെ നടക്കും. ആദ്യം നിങ്ങൾ എല്ലാവരും നാളത്തെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്ത്. ചെല്ല്.